السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وأصحابه وأتباعه أجمعين، أما بعد. وقال الله سبحانه وتعالى في القرآن الكريم: يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. صدق الله المولانا العظيم. وعن أبي هريرة رضي الله عنهما قال: أن رسول الله صلى الله عليه وسلم من صام رمضان إيمانا واحتسابا غفر له ما تقدم من ذنبه. رواه البخاري ومسلم. صدق رسول الله صلى الله عليه وسلم. നാം ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ അലംഘനീയവും അവർണ്ണനീയവുമായ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ വിഷമങ്ങൾ, കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ടുകൾ, സങ്കടങ്ങൾ, പ്രയാസങ്ങൾ, രോഗങ്ങളൊക്കെ അവന്റെ പ്രത്യേക ഫضل കൊണ്ട് മാറ്റിത്തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, മക്കൾ, ഉസ്താദുമാർ, കൂട്ടുകുടുംബാദികൾ, അയൽവാസികൾ, സഹപ്രവർത്തകർ, അവർക്കൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ കൊണ്ട്, അനുഗ്രഹീതമാക്കപ്പെട്ട റമദാൻ കൊണ്ട് സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെയും നമ്മുടെ സന്താന പരമ്പരകളെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സൃഷ്ടകാല ജീവിതം മുസ്ലിമായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കുന്ന സത്യവിശ്വാസികളെ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പുറകിലിരിക്കുന്നവരെല്ലാം ഒന്ന് മുമ്പിലേക്ക് കടന്നിരുന്നാൽ പിന്നീട് വരുന്നവർക്ക് എളുപ്പമാണ്. സക്കുകൾ ഇവിടെ എല്ലാം കാലിയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസിലുണ്ട്, സഫുകളിൽ വെച്ച് ഏറ്റവും ഉത്തമമായത് ഏറ്റവും മുമ്പിലത്തെ സഫാണെന്നും അതുപോലെ തന്നെ ഏറ്റവും മോശപ്പെട്ട സഫ് എന്നറിയപ്പെടുന്നത് പള്ളിയുടെ ഏറ്റവും പുറകിലുള്ള സഫാണെന്ന് പറഞ്ഞ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്. അതുകൊണ്ട് ആ പരിശുദ്ധമാക്കപ്പെട്ട റമദാനിന്റെ രാവിലെ ഇരിക്കുമ്പോൾ നമ്മളെല്ലാം ഒന്ന് അടുത്തിരുന്നാൽ പിന്നീട് വരുന്നവർക്ക് ബുദ്ധിമുട്ടാകാതെ അല്ലാഹു നമ്മുടെ അമലുകളെ എല്ലാം കബൂലാക്കുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികൾ, ഒരേ ദിവസം ജനിച്ച് ഒരേ ദിവസം മുസ്ലിമായി വ്യത്യസ്തങ്ങളായ രണ്ട് സന്ദർഭങ്ങളിൽ മരണപ്പെട്ട രണ്ട് സഹോദരങ്ങളുടെ ചരിത്രം ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളോട് പറഞ്ഞു കൊടുത്തതായിട്ട് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. ആ ചരിത്രം മറ്റൊന്നുമല്ല, രണ്ട് സഹോദരങ്ങൾ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരു ഹദ്റത്തിലേക്ക് കടന്നു വന്നിട്ട് ചോദിച്ചു: യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞങ്ങൾക്ക് മുസ്ലിമാകാൻ അതിയായ ആഗ്രഹമുണ്ട്. അവിടുന്ന് കലിമത്ത് ഷഹാദ പറഞ്ഞു തന്നാണ്. അങ്ങനെ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനാവിൽ നിന്ന് കലിമത്ത് ഷഹാദ പറഞ്ഞുകൊണ്ട് ആ രണ്ട് സഹോദരങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അങ്ങനെ അവർ നോമ്പുകൾ അനുഷ്ഠിച്ചു, നോമ്പിനെ കുറിച്ച് പഠിച്ചു, നമസ്കാരത്തെ കുറിച്ച് പഠിച്ചു, എങ്ങനെയാണ് ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് ഇസ്ലാമികമായ ചുറ്റുപാടുകളെയും ഇസ്ലാമികമായ നിയമങ്ങളെയെല്ലാം കുറിച്ച് അവർ നബിതങ്ങളുടെ അടുക്കൽ നിന്ന് നേരിട്ട് അവർ അറിവ് പഠിക്കുകയുണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോൾ യുദ്ധത്തിന്റെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഓതി കേൾപ്പിക്കുകയും ഒരുപാട് യുദ്ധങ്ങൾ നബിയുടെ കാലഘട്ടത്തിൽ സംഭവിച്ചു. അതിലൊരു യുദ്ധത്തില് ഒരു സഹോദരൻ പങ്കെടുത്ത് ദീനിന്റെ മാർഗത്തിൽ ഷഹീദായി. ഒരു വർഷം കൂടി കഴിഞ്ഞ് ഒരു റമദാനും കൂടി പങ്കെടുത്തുകൊണ്ട് അടുത്ത സഹോദരൻ സാധാരണയായ നിലയിൽ മരണപ്പെട്ടു.
മരണപ്പെടുകയുണ്ടായി. ഞാൻ നേരത്തെ വന്നപ്പോൾ ഉസ്താദ് പറഞ്ഞു, ഇവിടെ പള്ളിയിൽ വരുന്ന ഒരു സഹോദരൻ ഈ റമദാനിന്റെ പരിശുദ്ധമാക്കപ്പെട്ട രാവിൽ മരണപ്പെട്ടു എന്നുള്ളത്. അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാവട്ടെ. ഈമാനോടുകൂടിയുള്ള ഒരു സലാമത്ത് അല്ലാഹു അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റമദാനിന്റെ എല്ലാവിധ പുണ്യങ്ങളും ആ സഹോദരൻ അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞത്, മറ്റേ സഹോദരൻ ഒരു വർഷം കൂടി അധികം ജീവിച്ചിരിക്കുകയും സാധാരണ നിലയിൽ അവർ മരണപ്പെടുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ തൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു, സഹാബികളുടെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ റളിയല്ലാഹു അൻഹു എന്ന് പറയണം. പ്രവാചകന്റെ കേൾക്കുമ്പോൾ സലാത്തെങ്കിലും നിങ്ങൾ ചെല്ലിയെങ്കിൽ ഈമാനോടുകൂടി മരിക്കുവാനുള്ള ഒരു ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കും. അല്ലാഹു അത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. തൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു ഈ രണ്ട് സഹോദരന്മാരെയും സ്വർഗത്തിന്റെ കവാടത്തിന്റെ മുമ്പിൽ നിൽക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു. സ്വർഗത്തിന്റെ കവാടത്തിന്റെ മാലാഖ അവരെ പരിശോധിച്ച്, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്, നിങ്ങൾ എങ്ങനെയാണ് മരണപ്പെട്ടതെന്ന് അവരുടെ റെക്കോർഡുകൾ പരിശോധിക്കുമ്പോൾ രണ്ടാമത് മരണപ്പെട്ട മുൻഗണനാക്രമം തെറ്റിച്ചുകൊണ്ട് രണ്ടാമത് മരണപ്പെട്ട സാധാരണയായ ആ മനുഷ്യനെ സ്വർഗത്തിന്റെ മാലാഖ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് ആദ്യം നേരത്തെ മരണപ്പെട്ട, ഇസ്ലാമിന് വേണ്ടി ഷഹീദായി മരണപ്പെട്ട ആ മനുഷ്യനെ സ്വർഗത്തിന്റെ മാലാഖ വിളിച്ചു കൊണ്ടുപോയത്. ഈ സ്വപ്നം കണ്ടപ്പോൾ തൽഹത്ത് ബിൻ ഉബൈദില്ലയ്ക്ക് അത്ഭുതം തോന്നി. അദ്ദേഹം നേരെ പിറ്റേന്ന് രാവിലെ ഇലാ ഹദ്റത്ത് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരു ഹദ്റത്തിലേക്ക് എത്തിയിട്ട് നബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഹാദാ കാന അശദ്ദു റജുലൈനി ഇജ്തിഹാദൻ സുമ്മ തുഷ്ഹിദ വദഹല ഹാദൽ ആഖിറു ജന്നത ഖബ്ലഹു. നബിയുടെ അടുക്കൽ വന്നിട്ട് തലേന്ന് നടന്ന സ്വപ്നത്തിന്റെ സംഭവങ്ങളെല്ലാം ആ സഹാബി നബിയോട് പറഞ്ഞു കേൾപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, അല്ലയോ പ്രവാചകരെ, ആദ്യം സ്വർഗത്തിൽ കയറേണ്ട മനുഷ്യനല്ലേ ആ ജിഹാദിൽ പങ്കെടുത്തത്? അത് കഴിഞ്ഞിട്ടല്ലേ ഒരു വർഷം കൂടി സാധാരണയായിട്ട് മരണപ്പെട്ട ആ സാധാരണ ആൾക്കാരെ പിന്നീട് വിളിക്കേണ്ടതെന്ന് നബിതങ്ങളോട് ചോദിച്ചപ്പോൾ നബിയങ്ങൾ ആ മനുഷ്യന് മറുപടി കൊടുത്തു, അല്ലയോ തൽഹത്ത് ബിൻ ഉബൈദില്ലാഹ്, അദ്ദേഹം ഒരു വർഷം കൂടി ജീവിച്ചതായിട്ട് നിനക്കറിഞ്ഞില്ലേ? ഒരു വർഷത്തിന്റെ ഇടയിൽ അദ്ദേഹം ഒരുപാട് നമസ്കാരങ്ങൾ നിർവഹിച്ചു, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തു, ഒരുപാട് ദിക്റുകൾ ചെയ്തു, ഒരുപാട് അമലുകൾ അദ്ദേഹം ധന്യമാക്കി. അതുപോലെ തന്നെ പവിത്രമാക്കപ്പെട്ട പുണ്യങ്ങളുടെ പൂക്കാലം എന്നറിയപ്പെടുന്ന ഒരു റമദാനും കൂടി അദ്ദേഹത്തിന് വന്നുകൊണ്ട്. അതുകൊണ്ട് അത് നിനക്ക് മനസ്സിലായില്ലേ എന്ന് തൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് നബിയങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, ശരിയാണ് യാ അല്ലാഹുവിന്റെ പ്രവാചകരെ. നബിയങ്ങൾ പറഞ്ഞു, അദ്റക റമദാന, ആ റമദാൻ വന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു റമദാനും കൂടി വന്നപ്പോൾ വസാമ, അദ്ദേഹം നോമ്പ് പിടിച്ചു, വസല്ലാ വകദ വകദ, അദ്ദേഹം ഒരുപാട് നമസ്കരിച്ചു, ഫർളുകൾ നമസ്കരിച്ചു, സുന്നത്തുകൾ നമസ്കരിച്ചു, ഒരുപാട് കൂലികൾ, പ്രതിഫലങ്ങൾ ഒറ്റ റമദാൻ കൊണ്ട് ആ സഹോദരൻ നേടിയെടുത്തതായിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് പറഞ്ഞു. വീണ്ടും നബിയങ്ങൾ പറഞ്ഞു, ഫമാ ബൈനഹുമാ അബ്അദു മിമ്മാ ബൈന സമാഇ വൽ അർദ്. ഈ ഷഹീദായ ഈ മനുഷ്യനും സാധാരണ മരണപ്പെട്ട ഈ മനുഷ്യനും തമ്മിലുള്ള വിദൂരം ആകാശഭൂമികളുടെ ഇടയിലുള്ള ദൂരത്തേക്കാൾ ഏറ്റവും കൂടുതലാണ്. അത്രത്തോളം പ്രതിഫലം ആ മനുഷ്യൻ നേടിയെടുത്തുവെന്ന് അതിന്റെ അടിസ്ഥാനത്തിലാണ് സ്വർഗത്തിലേക്ക് മുൻഗണനാക്രമം തെറ്റിച്ചുകൊണ്ട് മലക്കുകൾ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടുപോയതെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളോടും വന്ന ആ മനുഷ്യരോടും പറഞ്ഞു കൊടുത്തു. ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ റമദാനിലുള്ള പല ആൾക്കാരും, പല വിശ്വാസികളും ഈ റമദാനിൽ നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട്. ഈ സഹോദരൻ അടക്കം കഴിഞ്ഞ റമദാനിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത ഒരുപാട് ചെറിയ ആൾക്കാർ പ്രായപൂർത്തിയായതിനു ശേഷം പങ്കെടുക്കാൻ അവസരം ലഭിച്ചവരുമുണ്ട്. അവർക്കൊക്കെ ഒരുപാട് ഭാഗ്യം ചെയ്തവരാണ്. ആ ഭാഗ്യം ചെയ്തവരിൽ ഏറ്റവും കൂടിയ ആൾക്കാരാണ് നബിയങ്ങൾ പറഞ്ഞത് ആയുസ് കൊണ്ട് ദീർഘായുസ് ലഭിച്ചവർ, വയസ്സ് കൂടുതൽ ലഭിച്ചവർ. അവർക്ക് ഒരുപാട് അമലുകൾ ചെയ്യാനുള്ള മഹത്വമുണ്ട്, ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള പ്രയോജനങ്ങൾ അവർക്ക് ലഭിക്കും. അത് ഫലപ്രദമായിട്ട് വിനിയോഗിച്ചെങ്കിൽ മാത്രമേ അള്ളാന്റെ അടുക്കൽ നാളെ വിജയിക്കുന്ന സത്യവിശ്വാസികൾ ഉൾപ്പെടാൻ സാധിക്കുകയുള്ളൂ.
അള്ളാഹു ആ കൂട്ടരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ റമദാൻ വന്നിട്ട് നമ്മൾ ഒരുപാട് അമലുകൾ ചെയ്യുന്നവരുണ്ട്. ആ അമലുകൾ ഒരു പരിധിയിൽ കൂടുതൽ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നാളെ സ്വർഗത്തിൽ ഏറ്റവും മുൻഗണനാക്രമത്തിൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കും. 4 കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിച്ചാൽ മതി. 4 കാര്യങ്ങൾ ഈ 30 ദിവസത്തിന്റെ ഇടവേളയിൽ, 30 ദിവസത്തില് 17 ദിവസം നമ്മളിൽ നിന്ന് അസ്തമിച്ചു പോയി. ബാക്കിയുള്ള ഏതാനും ചില 12 ദിവസങ്ങൾ കൂടി നമ്മൾ ഈ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ ഉറപ്പായിട്ട് നാളെ സ്വർഗത്തിൽ നമുക്ക് നേരത്തെ മഹാന്മാരോടുകൂടെ പ്രവാചക മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോടൊപ്പം ആ സ്വർഗത്തിൽ എത്താൻ നമുക്ക് സാധിക്കും. ആ 4 കാര്യങ്ങൾ എന്തെല്ലാമെന്ന് പറയുമ്പോൾ, ഒന്നാമത്തെ സയ്യിദ് ഇബ്നു ഹാരിസ് അൽ-ജുഹനി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഫത്തറ സായിമൻ, ആരെങ്കിലും ഒരാൾ നിന്റെ അയൽവാസിയെ അല്ലെങ്കിൽ നിന്റെ കൂട്ടുകാരന് അല്ലെങ്കിൽ നിന്റെ സുഹൃത്തുക്കളിന് അല്ലെങ്കിൽ നിന്റെ മക്കളെ അല്ലെങ്കിൽ നിന്റെ സഹോദരങ്ങൾ ആരെങ്കിലും നിങ്ങൾ നോമ്പ് തുറപ്പിച്ചാൽ, നിനക്കും നോമ്പാണ്, അവന് വേണ്ടി നിങ്ങൾ നോമ്പ് തുറപ്പിക്കാനുള്ള സാമ്പത്തികമായ അല്ലെങ്കിൽ ശാരീരികമായ എന്തെങ്കിലും സഹായം ചെയ്തു കൊടുത്താൽ, ഒരു കാരക്കയുടെ ചീളെങ്കിലും നോമ്പ് തുറക്കുന്ന സമയത്ത് നിന്റെ പോക്കറ്റിൽ നിന്നെടുത്ത പൈസ കൊണ്ടും വാങ്ങിച്ച കാരക്ക സ്വന്തം സഹോദരന് നീ കൊടുത്താൽ, അതുകൊണ്ട് നീ നോമ്പ് തുറക്ക് എന്ന് അവനോട് നീ ആവശ്യപ്പെട്ടാൽ, ലഹു കാന ലഹു മിസ്ലു അജ്രിഹി, അവൻ നോമ്പ് തുറന്ന അതേ പ്രതിഫലം തന്നെ ഇവന്റെ അക്കൗണ്ടിലേക്ക് വരവ് വെക്കപ്പെടുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് അവന്റെ പോലും ഒരു പ്രതിഫലം പോലും കുറയില്ല. പൂർണ്ണമായ അവന്റെ നോമ്പിന്റെ പൂർണ്ണമായ അമൽ തന്നെ ഇവന്റെ അക്കൗണ്ടിലേക്ക് വരവ് വെക്കപ്പെടും. അത് ഏറ്റവും വലിയ പ്രതിഫലമാണ്. ചില ആൾക്കാർ 30 ദിവസം നോമ്പ് പിടിക്കും, ചില ആൾക്കാർ 30 ദിവസം നോമ്പ് പിടിക്കും. നാളെ പടച്ചവന്റെ റെക്കോർഡ് പരിശോധിക്കുമ്പോൾ 60 ദിവസത്തെ നോമ്പായിട്ട് അവന്റെ അക്കൗണ്ടിൽ വരവയ്ക്കപ്പെടും. ചില ആൾക്കാർ 40, 20, 30 ദിവസം നോമ്പ് പിടിക്കും. പക്ഷെ അവന്റെ അക്കൗണ്ട് നോക്കുമ്പോൾ 15 ദിവസത്തെ നോമ്പ് മാത്രമേ കാണൂ. ചിലവർ 30 നോമ്പ് പിടിക്കും. പക്ഷെ അവന്റെ നാളെ പടച്ചവന്റെ അടുക്കൽ പോകുമ്പോൾ 2024 പിടിച്ച നോമ്പിന്റെ ലിസ്റ്റ് നോക്കുമ്പോൾ ഒരു നോമ്പ് പോലും അവന് കാണാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണ്? വരുന്ന റമദാൻ അവൻ ഫലപ്രദമായിട്ട് വിനിയോഗിച്ചില്ല, അവന്റെ നാവിനെ സൂക്ഷിച്ചില്ല. അവന്റെ നാവിനെ സൂക്ഷിക്കാത്തതിന്റെ കാരണം കൊണ്ട് അവന് 30 നോമ്പും ബാത്തിലായി പോയ അവസ്ഥ വരെ എത്തും. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് നിന്റെ സഹോദരനെ നീ നോമ്പ് തുറപ്പിച്ചാൽ, ഒരു കാരക്കയുടെ ചീളെങ്കിലും കൊടുത്ത് നിന്റെ സഹോദരൻ നോമ്പ് തുറപ്പിച്ചാൽ, കാന ലഹു മിസ്ലു അജ്രിഹി, അവന്റെ അതേ പ്രതിഫലം തന്നെ അവന്റെ അക്കൗണ്ടിലേക്ക് വരും. ഇബ്നു റജബ് റഹിമഹുല്ലാഹ് ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, റമദാനിൽ ഒരാളുടെ പാപങ്ങൾ പൊറുക്കുവാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. റമദാൻ നമ്മൾ ചെയ്ത അറിഞ്ഞോ അറിയാതെയോ ചെയ്തു കൂട്ടിയ ഒരുപാട് പാപങ്ങളുണ്ട്. വലിയ പാപങ്ങൾ, പലിശ അടക്കം, വ്യഭിചാരമടക്കം, കള്ളുകുടി അടക്കം, അതുപോലെ തന്നെ ചെറിയ ചെറിയ പാപങ്ങൾ ചെയ്തു കൂട്ടിയ ഒരുപാട് വിശ്വാസികളാണ് നാം എല്ലാം. പക്ഷേ ഈ നോമ്പ് പിടുത്തം മൂലം അവന് പാപങ്ങൾ പൊറുക്കുവാനുള്ള ഒരുപാട് കാരണങ്ങളിൽപ്പെട്ട ഒന്നാണ് തൻ്റെ സഹോദരനെ നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത് ഇബ്നു റജബ് തൻ്റെ റിവായത്തിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. അതാണ് ഒന്നാമത്തെ കാരണം. നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത് നമ്മുടെ പള്ളിക്ക് വേണ്ടി കൊടുക്കുന്ന സംഭാവനകൾ, നമ്മുടെ പള്ളിക്ക് വേണ്ടി നോമ്പ് തുറയ്ക്ക് വേണ്ടി കഞ്ഞി, മറ്റ് ചായകളടക്കമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കൊടുക്കുന്നത് പോലും ഏറ്റവും വലിയ പുണ്യമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് റമദാൻ ആദ്യ വാരം തന്നെ, റമദാന്റെ ആദ്യത്തെ 10 തന്നെ സൗദി പ്രവാസികളുടെ ഇടയിൽ അവരുടെ കൊടുത്ത ഭക്ഷണത്തിൻ്റെ എമൗണ്ട്, ഭക്ഷണത്തിൻ്റെ പൈസ റിപ്പോർട്ട് ചെയ്യേണ്ട $1000 കോടി 1000 കോടി റിയാലിൻ്റെ ഭക്ഷണമാണ് സൗദി പ്രവാസികളും സ്വദേശികളും അടക്കമുള്ള ആളുകൾ നോമ്പ് തുറപ്പിക്കുവാനും നോമ്പ് തുറക്കുവാനും ചെലവഴിച്ചതെന്ന് സൗദി ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ട് കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. അത്രത്തോളം പ്രാധാന്യം അവർ വിലകൊൽപ്പിക്കുന്നുണ്ട് നോമ്പ് തുറപ്പിക്കുന്ന വിഷയത്തിൽ. അള്ളാഹു നോമ്പ് തുറപ്പിച്ചവരുടെ നോമ്പിനെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അവർക്ക് അർഹമായ പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രണ്ടാമത്തെ കാര്യം ഖുർആൻ പാരായണം. അത് ഏറ്റവും കൂടുതൽ പ്രത്യേകമാക്കപ്പെട്ട ഒരു സമയം കൂടിയാണ് പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ എന്നുള്ളത്. ഷഹ്റു റമദാൻ അല്ലതി, അള്ളാഹിന്റെ ഖുർആൻ പറയുന്നത് ഒരു വാക്യമാണ്, ഷഹ്റു റമദാൻ അല്ലതി, പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസം. ആ റമദാൻ മാസത്തിലാണ് ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഇറക്കപ്പെട്ടത്, ഖുർആൻ അവതരിക്കപ്പെട്ടത്. മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ
ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് റമളാൻ നബിയുടെ അടുക്കൽ വന്ന് ഖുർആൻ ഫുൾ ഓതി കേൾപ്പിക്കുമായിരുന്നു എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു സമയം കൂടിയാണ്. സാധാരണ ഓതുന്നതിനേക്കാൾ ഒരു പടി മുന്നിൽ നിന്നുകൊണ്ട് ഒരു ജുദു ഓതുന്നവരെ 2 ജുദു 3 ജുദു ആക്കുക, 2 പേജ് ഓതുന്നവരെ 3-4 പേജുകൾ തുടർച്ചയായിട്ട് ഓതലുകൊണ്ട് റമദാനിൽ ഏറ്റവും കൂടുതൽ പുണ്യം കരസ്ഥമാക്കാൻ പറ്റുന്ന രണ്ടാമത്തെ പ്രയോജനമാണ് ഖുർആൻ പാരായണമുള്ളത്. അതുകൊണ്ട് ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ ഇമാം നവവി റഹ്മഹുല്ലാഹ് പറയുന്നുണ്ട്, ഏറ്റവും കൂടുതൽ മറ്റു ദിക്റുകളിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ഖുർആൻ പാരായണത്തിനാണെന്ന് ഈ ഹദീസ് പരിശോധിച്ച് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. അത്രത്തോളം പ്രാധാന്യമുണ്ട് ഖുർആൻ പാരായണമുള്ളത്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഖുർആൻ പാരായണം അറിയാൻ മേലാത്ത, ഖുർആൻ പാരായണം ചെയ്യാൻ പറ്റാത്ത ഒരുപാട് സഹോദരന്മാരുടെയുണ്ട്. ഉസ്താദ്, എനിക്ക് യാസീൻ മാത്രമേ ഓതാൻ അറിയുള്ളൂ, എനിക്ക് ഖുൽ ഹുവല്ലാഹ് മാത്രമേ ഓതാൻ അറിയുള്ളൂ, ഞാൻ എന്ത് ചെയ്യണം? അതുകൊണ്ട് ഖുർആൻ പറഞ്ഞത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ ഖറഅ അറഫൻ മിൻ കിതാബില്ലാഹ്, ആരെങ്കിലും ഒരാൾ ഖുർആനിൽ നിന്ന് ഒരു ഹർഫ് ഓതിയാൽ അലിഫ് ലാം മീം, ആ അലിഫ് എന്ന വാക്ക് അവൻ ഉച്ചരിച്ചാൽ ഫലഹു ബിഹി ഹസനത്തുൻ, അവന് 10 നന്മകൾ, അവൻ 10 അല്ല, അവൻ 1 നന്മ രേഖപ്പെടുത്തുമെന്ന്. വൽ ഹസനത്തു, ആ ഒരു നന്മ എന്നുള്ളത് അശ്രി അംസാലിഹ, 10 ആയിട്ടായിരിക്കും നാളെ അല്ലാഹുവിന്റെ അടുക്കൽ രേഖപ്പെടുത്തുക. അതുകൊണ്ട് അലിഫ് ലാം മീം ഒറ്റ വാക്കായിട്ടല്ല ഞാൻ കൂട്ടുന്നതെന്ന് നബിയങ്ങൾ പറയുന്നുണ്ട്. അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ, ഈ 3 വാക്യങ്ങൾ ഉദ്ധരിച്ചാൽ, ഈ 3 വാക്കുകൾ മാത്രം നമ്മുടെ മനസ്സിൽ പറഞ്ഞാൽ 30 പ്രതിഫലം അവൻ്റെ അക്കൗണ്ടിലേക്ക് വരവ് വയ്ക്കപ്പെടും. പ്രത്യേകിച്ച് റമദാൻ മാസമാകുമ്പോൾ ഒരു വാക്ക് ഉച്ചരിച്ചാൽ 700 ഇരട്ടി പ്രതിഫലമുള്ള ആ സമയത്ത് എത്രത്തോളം പ്രതിഫലമുണ്ടെന്ന് നിങ്ങൾ കൂട്ടി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. എത്രത്തോളം പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ഖുർആൻ പാരായണം. ഖുർആൻ കൊണ്ട് ഇറക്കപ്പെട്ട ഒരു മാസം കൂടിയായതുകൊണ്ട് ആ ഖുർആനിനെ നിങ്ങൾ വേണ്ട വിധത്തിൽ ഗൗനിക്കുക എന്ന് ഈ ഹദീസിന്റെ വെളിച്ചത്തിലൂടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ലോകത്തിന്റെ ഏറ്റവും വലിയ 2ാമത്തെ പള്ളിയാണ് അബൂദാബി ഗ്രാൻഡ് മോൾ. ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ പള്ളി. 1ാമത്തെ പള്ളിയാണ് മസ്ജിദുൽ ഹറം. 1996 ആ പള്ളിക്ക് തറക്കല്ലിട്ടത്. 2007 ആ പള്ളി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. 40,000 പേർക്ക് ഒരേ സമയം നിന്ന് നമസ്കരിക്കുവാനുള്ള സൗകര്യമുള്ള ലോകത്തിലെ ഏറ്റവും മികച്ച പള്ളികളിൽ ഒന്നാണ് അബൂദാബി ഗ്രാൻഡ് മോൾ. 30 ഏക്കറിലാണ് ആ പള്ളി പരന്നു കിടക്കുന്നത്. ഒരുപാട് പോയവർക്കറിയാം, ഗൾഫിലേക്ക് പോയവരും വിസിറ്റിങ്ങിനെല്ലാം പോയവർക്കെല്ലാം ആ പള്ളിയെ കുറിച്ചറിയാം. ആ പള്ളി പണിത സമയത്ത് UAE അന്നത്തെ പ്രസിഡന്റായിരുന്നു ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ. അദ്ദേഹം 2004 അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഖബറിടം ആ പള്ളിയിൽ തന്നെയാണ്. ആ പള്ളിയുടെ ഒരു പരിസരത്താണ് അദ്ദേഹത്തിൻ്റെ ഖബറടക്കിയത്. ആ ഖബറിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. 24 മണിക്കൂറും ആ ഖബറിൽ ഖുർആൻ ഓത്തുകളുണ്ട്. 24 മണിക്കൂറും UAE ഏറ്റവും മികച്ച ഹാഫിദുകൾ, ഏറ്റവും മികച്ച കിതാബ് പഠിച്ചവർ, ഏറ്റവും മികച്ച ലോകത്തിലെ ഏറ്റവും മികച്ച കാര്യങ്ങളെ കൊണ്ട് UAE ഗവൺമെൻറ് അവരുടെ ഗവൺമെൻറ് കൊടുക്കുന്ന ശമ്പളം അനുസരിച്ച് 24 മണിക്കൂറും ആ ഖബറിൻ്റെ ചുറ്റുമിരുന്ന് ഖുർആൻ ഓതുന്നവരുണ്ട്. ഇത്ര സമയമാകുമ്പോൾ 5 മണിക്കൂർ ഒരാൾ രാവും പകലൊന്നും വ്യത്യാസമില്ലാതെ അതെല്ലാം ആ ഖബറിൽ കിടക്കുന്ന ആ ഭരണാധികാരിക്ക് ഹദിയ ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. ഞാൻ പറഞ്ഞത് ഖുർആനോടുള്ള മഹത്വത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ച ഒരു കാര്യമാണ്. ഉറക്കമില്ല അവർക്ക്. രാത്രി വേറെ ആൾ, പകല് വേറെ ഒരു ഹാഫിദ് വരും, അതിൻ്റെ പകല് വേറൊരാൾ വരും, അങ്ങനെ മാറി ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കും. അതിൻ്റെ എല്ലാം ഹദിയ 700 ഇരട്ടി പ്രതിഫലം. റമദാനിലാണെങ്കിൽ 700 ഇരട്ടി പ്രതിഫലം ആ ഖബറിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. അല്ലാഹു നമ്മൾ ഓതുന്ന ആ ഖുർആൻ അർഹമായ പ്രതിഫലം നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. 3ാമത്തെ കാര്യമാണ് സദക്ക കൊടുക്കുക. റമദാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സദക്ക കൊടുക്കുക എന്നുള്ളത്, ദാനധർമ്മം ചെയ്യുക. അല്ലദീന വിശുദ്ധമാക്കപ്പെട്ട ഖുർആന്റെ സൂറത്തുൽ ബഖറയുടെ 274 ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അല്ലദീന യുൻഫിഖൂന അംവാലഹും ബിൽ ലൈലി വൻ നഹാർ. സദക്ക കൊടുക്കുന്നവരുടെ ഉപമയെ കുറിച്ച് പറയുന്ന ഒരായത്തുണ്ട്. അല്ലദീന യുൻഫിഖൂന, ചില
ചില ആൾക്കാർ അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കും. അള്ളാന്റെ മാർഗത്തിൽ പള്ളിക്ക് വേണ്ടി വരുമ്പോൾ അവർ മനസ്സ് തുറന്നു കൊടുക്കുന്നവരുണ്ട്. മദ്രസയ്ക്ക് വേണ്ടി വരുമ്പോൾ അകമഴിഞ്ഞ് സഹായിക്കുന്നവരുണ്ട്. മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി വരുമ്പോൾ, ദീനിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി വരുമ്പോൾ, പാവപ്പെട്ട ഒരു പെൺകുഞ്ഞിനെ കെട്ടിക്കാൻ വേണ്ടി ഒരു ആവശ്യവുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ അകമഴിഞ്ഞ് സഹായിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരെ കുറിച്ചുള്ള ഉപമയാണ് അല്ലാഹു പറയുന്നത്. വല്ലദീന യുൻഫിഖൂന അംവാലഹും ബില്ലൈലി വന്നഹാർ, രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ രഹസ്യമായിട്ടും പരസ്യമായിട്ടും അവർ ഒരുപാട് ആൾക്കാരെ സഹായിക്കും. ദീനിന്റെ മേഖലകളിലേക്ക് അവർ കാര്യമായിട്ട് സഹായിക്കും. ചെറും അലാനിയത്തൻ, രഹസ്യമായിട്ടും പരസ്യമായിട്ടും. അവർക്കുള്ള പ്രതിഫലം എന്തെന്നറിയുമോ? പ്രവാചകനോട് ചോദിക്കുന്ന ഒരു സന്ദർഭം സൂറത്തുൽ ബഖറയിലുള്ള അല്ലാഹു പറയുന്നുണ്ട്. ഫലഹും അജ്റുഹും, അവരുടെ പ്രതിഫലം ഇൻദ റബ്ബിഹിം, അവരുടെ റബ്ബിന്റെ അടുക്കലാണ്. കണക്കാക്കാൻ പറ്റാത്ത ഉന്നതമായ പ്രതിഫലത്തിന് അർഹരാണവർ എന്ന് വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പറയുന്നു. വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർ ഒരു കാരണം വെച്ചാൽ പേടിക്കുകയും വേണ്ട, ദുഃഖിക്കുകയും വേണ്ട. നാളെ എൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ അവർക്ക് വർണ്ണമായ ഒരു പ്രതിഫലം നൽകി ആദരിക്കുമെന്ന് സൂറത്തുൽ ബഖറയിലൂടെ അല്ലാഹു പറയുന്നുണ്ട്. അതുകൊണ്ട് സദഖ കൊടുക്കുന്ന വിഷയം റമളാൻ മാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ദാനധർമ്മം ചെയ്താൽ 2 പ്രതിഫലമാണ് നിങ്ങൾക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെ സൂറത്ത് തആബിന്റെ ആയത്തിലൂടെ 17ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറയുന്നു, ഇൻ തുഖ്രിലുല്ലാഹ ഖർദൻ ഹസന, ആരെങ്കിലും ഒരാൾ അല്ലാഹുവിന് വേണ്ടി കടം കൊടുത്താൽ, കടം കൊടുക്കുക എന്നവിടെ ഉദ്ദേശം അല്ലാഹുവിന് വേണ്ടി സഹായിച്ചാൽ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ, ഖർദൻ ഹസന യുളാഇഫു, അവന്റെ സമ്പത്തിനെ ഞാൻ ഇരട്ടിയാക്കി തരും. അവർക്ക് ഇരട്ടി വർധനവ് ഞാൻ കൊടുക്കും. എൻ്റെ പോക്കറ്റിൽ നിന്ന് ഞാൻ 100 രൂപ എടുത്ത് ബക്കറ്റിലേക്ക് ഇട്ടാൽ എൻ്റെ പോക്കറ്റിലെ പൈസയെ കുറയുള്ളൂ. പക്ഷെ നാളെ പടച്ചവന്റെ മുമ്പിൽ പോകുമ്പോൾ 100 ഗുണം 700 കൂട്ടി നോക്കിയാൽ, ഗുണിച്ചു നോക്കിയാൽ എത്രയോ ഇരട്ടി പ്രതിഫലമാണ് നാളെ പടച്ചവന്റെ മുമ്പിൽ എനിക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടുള്ളൂ. അവർക്ക് ഞാൻ ഇരട്ടിയാക്കി കൊടുക്കും. എങ്ങനെയാണ് ഇരട്ടിയാക്കുന്നതെന്ന് അറിയുമ്പോൾ ദുനിയാവിൽ ഒരുപാട് ഉപമകളുണ്ട്. ദുനിയാവിൽ ഒരുപാട് ഉദാഹരണങ്ങൾ ആ ഇരട്ടിക്ക് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. 1870 കാലഘട്ടം തലശ്ശേരിയിലെ ഏറ്റവും വലിയ വ്യവസായിയാണ് മായൻകുട്ടി ഹാജി. അന്നത്തെ ഏറ്റവും വലിയ കോടീശ്വരൻ, ഇന്നത്തെ അംബാനി, യൂസുഫ് പോലെ കാലത്തുണ്ടായിരുന്ന ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ട് വ്യാപാര കരാറിൽ ഏർപ്പെട്ട ഒരാളായിരുന്നു തലശ്ശേരിയിലെ മായൻകുട്ടി ഹാജി. അദ്ദേഹം മക്കത്ത് പോയി, ഉംറ ചെയ്യാൻ പോയി. കഅബയുടെ അടുത്ത് അദ്ദേഹം ഏകദേശം ഒരു കുറച്ച് സ്ഥലം അദ്ദേഹത്തിൻ്റെ പേരിൽ വാങ്ങിച്ചിട്ടിട്ട് കേരളത്തിൽ നിന്ന് പോകുന്ന ഹജ്ജിനും ഉംറയ്ക്കും പോകുന്ന പാവങ്ങളായ ഹാജിമാർക്കും ഉംറ ചെയ്യുന്ന ആൾക്കാർക്കും വേണ്ടി താമസിക്കാൻ പറ്റിയ ഒരു 21 മുറികളുള്ള ഒരു ബിൽഡിംഗ് അദ്ദേഹം പണിതിട്ടു. 1870 കാര്യം പറയുന്നു. 21 മുറികളുള്ള ഒരു ബിൽഡിംഗ് മായൻകുട്ടി ഹാജി അദ്ദേഹത്തിൻ്റെ സ്വന്തം കയ്യിൽ നിന്ന് എടുത്ത പണം കൊണ്ട് പണിതിട്ടു. ഒരു മുറിയുടെ 21 മുറികളിൽ ഒരു മുറി മാത്രം അദ്ദേഹം സൗജന്യമായിട്ട് കൊടുത്തില്ല. 20 മുറികളും കേരളത്തിൽ നിന്ന് വരുന്ന ഹാജിമാർക്ക് താമസിക്കാൻ വേണ്ടി പൂർണ്ണമായിട്ട് ഭക്ഷണമടക്കം എല്ലാവിധ സൗകര്യങ്ങളും കൂടി അദ്ദേഹം സൗജന്യമായിട്ട് കൊടുത്തു. ഒരു മുറി ആഡംബര, അക്കാലത്ത് ഏറ്റവും മികച്ച ആഡംബര സൗകര്യങ്ങളുള്ള ആ ഒരു മുറിയുടെ വാടക കൊണ്ടാണ് ഈ 20 മുറികളുടെയും കറണ്ട് ബില്ല്, മറ്റ് സൗകര്യങ്ങളെല്ലാം അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു. അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയി. ഏകദേശം 1971 കാലഘട്ടത്തിൽ 100 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ സൗദി ഗവൺമെൻറ് ആ മക്കയുടെ പരിസര വികസനത്തിൻ്റെ ഭാഗമായിട്ട് ഈ സ്ഥലം ഏറ്റെടുക്കുകയും ഈ ബിൽഡിംഗ് പൊളിച്ചു കളയുകയും ചെയ്തു. ഈ പൊളിച്ചു കളഞ്ഞപ്പോൾ ഇതിൻ്റെ അവകാശികൾ ആരെന്ന് സൗദി ഗവൺമെൻറ് അന്വേഷിച്ചു. കാരണം 100 വർഷം കഴിഞ്ഞില്ലേ, അവകാശികളില്ല. വ്യാജ അവകാശികൾ ഒരുപാട് പേർ കേരളത്തിൽ നിന്ന് പോയി. പക്ഷെ യഥാർത്ഥ അവകാശികളെ ഇന്നും സൗദി ഗവൺമെന്റിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എന്തിനു വേണ്ടിയാണെന്നറിയുമ്പോൾ അന്ന് പണിതിട്ട ആ സ്ഥലത്തിന്റെ തുകയായിട്ട് 5000 കോടി രൂപ ഇപ്പോഴും സൗദി ഗവൺമെന്റിന്റെ അക്കൗണ്ടിലുണ്ട്. 2014 BJP ഗവൺമെന്റ് കയറിയപ്പോൾ, കേന്ദ്രത്തിൽ വന്നപ്പോൾ കേരളത്തിന് കൊടുത്ത ഒരേ ഒരു വാഗ്ദാനമായിരുന്നു, KE റുബാത്ത് എന്നറിയപ്പെടുന്ന ഈ 5000 കോടി ഞങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവരും, അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങൾ വോട്ട് ചെയ്യുക എന്നൊരു മുദ്രാവാക്യമായിരുന്നു മുസ്ലിമീങ്ങൾക്കിടയിൽ 2014 BJP ഗവൺമെന്റ് കൊടുത്തത്. പക്ഷേ ചില നിയമപ്രശ്നങ്ങൾ മൂലം, ചില നൂലാമാലകൾ മൂലം ആ 5000 കോടി രൂപ ഇപ്പോഴും കൊണ്ടുവരാൻ സാധിക്കാതെ വന്നു. ഞങ്ങളാണ് ആ കുടുംബക്കാർ, അവർക്ക് അവകാശമില്ല, വഖഫ് ബോർഡിനാണ് അവകാശമെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ഹർജികൾ ഗവൺമെന്റ് ഉള്ളിൽ പോയപ്പോൾ അവർ യഥാർത്ഥ അവകാശികളെ കാത്ത് ഇപ്പോൾ നിൽക്കുന്നുണ്ട്.
ഇതുവരെ 5000 കോടി രൂപ അവർക്ക് കൊടുത്തിട്ടില്ല എന്നത് മനോരമ അടക്കമുള്ള ഇംഗ്ലീഷ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തൊരു സംഭവം 2014 വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ദീനിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ മുസ്ലിമീങ്ങൾക്കല്ല ആർക്കാണെങ്കിലും ഇരട്ടിയിലധികം അള്ളാഹു കൊടുത്തതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. നിങ്ങളോർക്കും മുസ്ലിമീങ്ങൾക്ക് മാത്രമാണ് ഇരട്ടിയെന്ന്. മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങളിലെ ഏറ്റവും വലിയ പ്രമുഖനായ ഒരു വ്യവസായിയാണ് രവി പിള്ള. അദ്ദേഹത്തെ രാജ്യം പല ബഹുമതികളും നൽകി അദ്ദേഹത്തെ ആദരിക്കുകയുണ്ടായി. അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, എൻ്റെ സമ്പത്ത് വർധനയ്ക്ക് കാരണം ഞാൻ എൻ്റെ സമ്പത്തിൽ നിന്ന് 10% സാധുക്കൾക്ക് വേണ്ടി നീക്കിവെച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ സമ്പത്ത് ഇത്രയും കോടികൾ എത്തിയത് എന്ന് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറയുകയുണ്ടായി. കാരണം എന്തിനാണ്? ഞാൻ പഠിച്ചു, കുവൈത്തിലായിരുന്നപ്പോൾ അറബികൾ അവരുടെ സമ്പത്തിൽ നിന്ന് 10% പാവങ്ങൾക്ക് വേണ്ടി നീക്കിവെച്ചു. അതിനെക്കുറിച്ച് ഞാൻ പഠിച്ചു. അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ എൻ്റെ സമ്പത്ത് കൂടാൻ സാധ്യമായി, അവർക്ക് വർധനവ് സാധ്യമായി, അറബികളുടെ കുടുംബത്തിൽ ഐശ്വര്യവും ബർക്കത്തും പ്രധാനം സാധ്യമായി. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ സമ്പത്തിൽ നിന്ന് 10% ഞാൻ നീക്കി വെച്ചതെന്ന് രവിപിള്ള ഒരു അഭിമുഖത്തിലൂടെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ സമ്പത്ത് ഇപ്പോൾ എത്രയോ സുരക്ഷിതമാണ്, എത്രയോ ബർക്കത്തുള്ള, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ബർക്കത്തുള്ള ഒരു ജീവിതമാണ് ഞാൻ നയിച്ചതെന്ന് രവിപിള്ള അദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞെങ്കിൽ, മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല വർധന കൊടുക്കുക, മുസ്ലിമീങ്ങൾക്കും കൊടുക്കും. ഏതിൻ്റെ മാർഗത്തിലാണെങ്കിലും ഏത് മാർഗത്തിൽ ചെലവഴിച്ചാൽ പോലും ആ ഒരു വിശ്വാസമുള്ളത് കൊണ്ടാണ് മുസ്ലിമീങ്ങളായ ഒരുപാട് സഹോദരന്മാർ ദീനിൻ്റെ മാർഗത്തിൽ പള്ളി പണിയാൻ വേണ്ടിയും മറ്റ് മതസൗഹാർദ്ദത്തിന് വേണ്ടി എല്ലാം സമ്പത്ത് കൊടുക്കുന്നത്. ഈ ഒരു ഉദാഹരണം കണക്കിലാക്കിക്കൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, അവൻ്റെ സമ്പത്ത് ഞാൻ ഇരട്ടിയാക്കി കൊടുക്കും. രണ്ടാമത്തെ കാര്യം അല്ലാഹു പറഞ്ഞത്, വയഗുഫിർലക്കും, നിങ്ങൾക്ക് ഞാൻ പുറത്തു തരും. നിങ്ങൾ ചെയ്ത ചെറുതും വലുതുമായ, നിങ്ങൾ ചെയ്ത എന്തെല്ലാം പാപങ്ങളുണ്ടോ, വൻ പാപങ്ങൾ ഒഴികെ എന്തെല്ലാം ചെറുതും വലുതുമായ പാപങ്ങളുണ്ടോ, ആ പാപങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് പുറത്തു തരും. ഒരു സദഖ ചെയ്താൽ 2 പ്രതിഫലം ലഭിക്കുന്ന ഏതെങ്കിലും ഒരു സന്ദർഭമുണ്ടോ സഹോദരങ്ങളെ? 2 പ്രതിഫലം നിങ്ങൾക്ക് ഇരട്ടിയാക്കി തരും, നിങ്ങൾക്ക് അല്ലാഹു പുറത്തു തരും. വയഗുഫിർലക്കും ദുനൂബക്കും വല്ലാഹു ശക്കൂറുൻ അലീം. അല്ലാഹു നന്ദിയുള്ളവനും സഹിഷ്ണുത ഉള്ളവനുമാണെന്ന് പുറത്ത് തആബിൻ്റെ 17-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറയുന്നുണ്ട്. അതാണ് മൂന്നാമത്തെ കാര്യം, സദഖ ചെയ്യുക. നോമ്പിൻ്റെ മാസത്തിൽ നമ്മൾ ഇരട്ടിയായിട്ട് കൊടുക്കണം. 10 കൊടുക്കേണ്ട സ്ഥാനങ്ങളിൽ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുമ്പിലൂടെ വരുമ്പോൾ 100 രൂപ നിങ്ങൾ ഇട്ട് കൊടുക്കുക. കാരണം ആകെയുള്ള ഒരു വർഷത്തിൽ 30 ദിവസം മാത്രമേ ഉള്ളൂ. നമ്മുടെ അക്കൗണ്ടിലേക്ക് വരവ് വയ്ക്കുന്ന ഏറ്റവും പ്രതിഫലമുള്ള രാവുകൾ അല്ലാഹു നമ്മൾ കൊടുക്കുന്ന സദഖകളെ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. 4-ാമത്തെ കാര്യം, ദുആ ചെയ്യുക. നമ്മൾ ഒരുപാട് വിഷമങ്ങളിലാണ്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കുടുംബപരമായിട്ട് ജോലിയില്ലാത്തവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, കച്ചവടത്തിൽ അഭിവൃദ്ധി ഇല്ലാത്തവരുണ്ട്, വീടിൻ്റെ ചുറ്റുപാട് മോശമായവരുണ്ട്, നല്ല സ്വഭാവമില്ലാത്തവരുണ്ട്, വഴിപിഴച്ചു പോയ മക്കളെ തൊട്ട് സലാമത്താകാൻ വേണ്ടി ദുആ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഏറ്റവും നല്ല സമയം, ദുആയ്ക്ക് ഇജാബത്ത് കിട്ടുന്ന ഏറ്റവും നല്ല സമയം പരിശുദ്ധമാക്കപ്പെട്ട റമദാനിൻ്റെ 30 രാവുകളിലാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സംഭവം പറയുന്നുണ്ട് സഹാബാക്കളോടായി. ഒരു മനുഷ്യൻ തൻ്റെ കച്ചവട സാധനങ്ങളുമായി, ആഹാരം മറ്റു വെള്ളങ്ങളുമായി ഒട്ടകപ്പുറത്ത് വിജനമായ മരുഭൂമിയിലൂടെ ഇങ്ങനെ യാത്ര പോവുകയാണ്. കഠിനമായ ചൂട് സഹിക്കാതെ അദ്ദേഹത്തിൻ്റെ വ്യാപാര ആവശ്യത്തിന് വേണ്ടി യാത്ര പോയി. ആടുജീവിതത്തിൻ്റെ ആ കഥ വായിച്ചവർക്കറിയാം മരുഭൂമിയിലെ കൊടുംചൂട്. ആ കൊടുംചൂട് അനുഭവിച്ച പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുമ്പോൾ അവർക്കതിൻ്റെ വേദന മനസ്സിലാവും. വിജനമായ മരുഭൂമിയിലൂടെ ഈ അറാബിയായ മനുഷ്യൻ ഇങ്ങനെ യാത്ര പോയി തൻ്റെ കച്ചവട ആവശ്യത്തിന് വേണ്ടി. അദ്ദേഹത്തിന് ചൂട് സഹിക്കാൻ വയ്യാതെ അദ്ദേഹം ക്ഷീണത്താൽ ഒരു തണലിൻ്റെ ചുവട്ടിൽ അദ്ദേഹം ഉറങ്ങിപ്പോയി. ആ ഉറക്കം അഗാധമായ ഒരു ഉറക്കമായിരുന്നു. ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് ഉണർന്നപ്പോൾ തൻ്റെ മുമ്പിലുണ്ടായിരുന്ന താൻ വന്ന തൻ്റെ ഒട്ടകം കാണാനില്ല. താൻ ആ ഒട്ടകപ്പുറത്ത് കൊണ്ടുവന്ന ഭക്ഷണം കാണുവാനില്ല, വെള്ളം കാണുവാനില്ല. എന്ത് ചെയ്യണം? വിജനമായ മരുഭൂമി, ആരുമില്ല എന്നെ രക്ഷിക്കാൻ, ആരും എനിക്ക് വേണ്ടി ഒരു സഹായത്തിന് വിളിച്ചാൽ പോലും വിളിക്കപ്പുറം ആരുമില്ല. എന്ത് ചെയ്യും? പടച്ചവനെ മാത്രമേ ഉള്ളൂ ഏറ്റവും വലിയ ശരണം. അദ്ദേഹം പറഞ്ഞു. പെട്ടെന്ന് കണ്ണടച്ച് തുറന്നപ്പോൾ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയ ഒട്ടകം സ്വന്തം ഫ്രണ്ടിൽ നിൽപ്പുണ്ട്. അത് കിട്ടുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ. കിട്ടില്ല എന്ന് ഉറപ്പിച്ചിട്ട് പോലും ഒരു നിമിഷം കണ്ണടച്ച് തുറന്നപ്പോൾ നഷ്ടപ്പെട്ടു പോയ ഒട്ടകവും ഭക്ഷണങ്ങളും വെള്ളവും അടക്കം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നു. അദ്ദേഹം ആ സന്തോഷത്തിൻ്റെ പുറത്ത് പറഞ്ഞു, അല്ലാഹുവേ അന്ത അബ്ദി, നീ എൻ്റെ അടിമയാണ്.
അന്ത അബ്ദി, നീ എൻ്റെ അടിമയാണ്, അന റബ്ബുക, ഞാൻ നിന്റെ റബ്ബുമാണ്. അദ്ദേഹം സന്തോഷത്തിന്റെ പുറത്ത് മാറി പറഞ്ഞതാണ്. ആ സന്തോഷത്തിന്റെ ആ മൂർധാവിലെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ മാറ്റിപ്പോരാ. പറഞ്ഞു വരേണ്ടത് ഞാൻ നിന്റെ അടിമയും നീ എൻ്റെ രക്ഷിതാവും കൂടിയാണ് പറയേണ്ടത്. പക്ഷെ സന്തോഷത്തിന്റെ പുറത്ത് അന്ത അബ്ദി അന റബ്ബുക എന്ന് അദ്ദേഹം പറഞ്ഞുപോയി. അദ്ദേഹം പറഞ്ഞു അയാളേക്കാൾ ആ സന്തോഷത്തിൽ തൻ്റെ ദാസന്റെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ് അള്ളാഹു. അതാണ് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ ഉപമ. തൻ്റെ ദാസൻ എപ്രകാരം ദുആ ചെയ്യുന്നു, ദുആ ചെയ്യാൻ വേണ്ടി അള്ളാഹു കാത്തിരിക്കുകയാണ്. അവൻ്റെ ദുആയ്ക്ക് ഉത്തരം കൊടുക്കാൻ അത്രത്തോളം സന്തോഷമുള്ളവനാണ് അള്ളാഹു. തൻ്റെ അടിമ എന്തെങ്കിലും ആവശ്യം എന്നോട് ചോദിക്കുന്നുണ്ടോ, എന്തെങ്കിലും ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ ഞാൻ കാത്തു നിൽക്കുകയാണ് എന്ന് ഈ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളോടായി പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ദുആയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സംഭവം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ലോകത്തുള്ള എല്ലാ മനുഷ്യരും പാപികളാണ്. പാപം ചെയ്യാത്തവരാരുമില്ല. ചെറുതോ വലുതോ രഹസ്യമായും പരസ്യമായും ചെയ്യുന്നവരുണ്ട്. അത് പണ്ഡിതന്മാരാണെങ്കിലും സാധാരണക്കാരാണെങ്കിലും അത് ഏറ്റവും വലിയ രാഷ്ട്രീയ മേലാളന്മാരാണെങ്കിലും എല്ലാവരും പാപം ചെയ്യുന്നവരാണ്. അറിഞ്ഞോ അറിയാതെ ചെയ്തു പോയ ഒരുപാട് പാപങ്ങളുണ്ട്. പക്ഷെ പാപം ചെയ്യുന്നവരിൽ ഏറ്റവും ഉത്തമർ തൗബ ചെയ്യുന്നവരാണ്. അല്ലാഹു എന്നെ പുറത്തു തരണമേ, റമദാന്റെ ബറക്കത്ത് കൊണ്ട്, പരിശുദ്ധമാക്കപ്പെട്ട റമദാന്റെ ബറക്കത്ത് കൊണ്ട് നീ എനിക്ക് പുറത്തു തരണമേ എന്ന് ആവശ്യപ്പെടുന്നവനാണ് ഏറ്റവും വലിയ തൗബ ചെയ്യുന്നവൻ, ഏറ്റവും വലിയ വിശ്വാസി എന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ 4 കാര്യങ്ങൾ, സദക്ക കൊടുക്കുക, ദുആ അധികരിപ്പിക്കുക, അതുപോലെ തന്നെ നമ്മുടെ നോമ്പുകൾ സംഘടിപ്പിക്കുക, അതിനാവശ്യമായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുക, ഇതെല്ലാം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം റമദാനിൽ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസുണ്ട്, മൻ സാമ റമദാൻ, ആരെങ്കിലും ഒരാൾ റമദാൻ മാസത്തിൽ നോമ്പ് പിടിച്ചാൽ, ഈമാനും വഹ്തിസാബൻ, ചുമ്മാ നോമ്പ് പിടിക്കലല്ല, മറ്റുള്ളവൻ കാണാൻ വേണ്ടി നോമ്പ് പിടിക്കലല്ല. ഞാൻ നോമ്പ് പിടിച്ചില്ല എങ്കിൽ അവൻ എന്ത് വിചാരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പിടിക്കലല്ല. അവൻ്റെ ഈമാനിന്റെ വെളിച്ചത്തിൽ, ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന തീക്ഷ്ണമായ ഈമാനിന്റെ വെളിച്ചത്തിൽ അവൻ നോമ്പ് പിടിച്ചാൽ അതുപോലെ വഹ്തിസാബൻ, പടച്ചവൻ നോമ്പ് പിടിക്കുന്നവർക്ക് കൊടുക്കുന്ന പ്രതിഫലം, എനിക്ക് കിട്ടണമെന്ന ആഗ്രഹത്തോടു കൂടി ആരെങ്കിലും ഒരാൾ നോമ്പ് പിടിച്ചാൽ അവന്റെ മുൻകഴിഞ്ഞു പോയ എല്ലാ പാപങ്ങളും അവന് വേണ്ടി പൊറുക്കപ്പെടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അത്രത്തോളം പ്രാധാന്യമുള്ളതാണ് പരിശുദ്ധമാക്കപ്പെട്ട റമദാനിന്റെ നോമ്പ്. ആ നോമ്പ് പിടിക്കുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്യപ്പെട്ട റയ്യാൻ എന്നറിയപ്പെടുന്ന ആ കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് കടക്കുന്ന നോമ്പുകാരിൽ അള്ളാഹു നമ്മയും നമ്മുടെ സന്താന പരമ്പരകളെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മരണപ്പെട്ടു പോയ അത്താക്കും അമ്മാക്കും കൊച്ചിനും വേണ്ടി ദുആ ചെയ്യാൻ ഒരു സഹോദരൻ പള്ളിക്ക് വേണ്ടി സംഭാവന നൽകിയിട്ടുണ്ട്.